നിർമ്മാണം പുരോഗമിക്കുന്ന ETC പൂമംഗലം റോഡ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് തകർച്ചാ ഭീഷണിയിൽ. കരിമ്പത്തെ ജില്ലാ സ്റ്റേഡിയം നിർമ്മാണത്തിനായി മണ്ണെടുത്ത സ്ഥലത്ത് നിന്നുള്ള വെള്ളം ശക്തമായി കുത്തിയൊഴുകി റോഡിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗം തകർന്നു. റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മുൻപും കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു. നിലവിൽ റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തളിപ്പറമ്പ് കരിമ്പത്തെ കില ക്യാമ്പസിൽ നിർമ്മിക്കുന്ന ജില്ലാ സ്റ്റേഡിയം പ്രദേശത്തെ വെള്ളക്കെട്ട് വൻ ഭീതി ഉയർത്തുകയാണ്. മെയ് മാസത്തിലെ വേനൽ മഴയിൽ ഇവിടെ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ മണ്ണ് നീക്കം ചെയ്യുന്ന കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപമുയരുന്നത്. മഴ കനത്തതോടെ സ്റ്റേഡിയം പരിസരത്തു നിന്നുള്ള വെള്ളം അതിശക്തിയായി ETC പൂമംഗലം റോഡിലേക്ക് കുത്തിയൊഴുകുകയാണ്. ഇതേ തുടർന്ന് നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിലായ റോഡിലെ മെറ്റലുകളും ടാറിങ്ങും വലിയൊരു ഭാഗം കുത്തിയൊഴുകിപ്പോയിരിക്കുകയാണ്. നിലവിലുള്ള ഡ്രൈനേജുകളെല്ലാം ചുളി നിറഞ്ഞ അടഞ്ഞ അവസ്ഥയിലും. വലിയ തുക മുടക്കി നടത്തുന്ന റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ തകർന്നടിയുന്നത്. നിലവിലെ റോഡിലെ ഡ്രൈനേജ് 5 മീറ്ററോളം നീട്ടി പുതുതായി നിർമ്മിച്ച് അതിലേക്ക് സ്റ്റേഡിയത്തിൽ നിന്നുള്ള വെള്ളം നേരിട്ട് പതിക്കുന്ന രീതിയിൽ സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. അങ്ങനെ ചെയ്താൽ ഭാവിയിലും മഴക്കാലത്ത് വരുന്ന വലിയ അളവിലുള്ള വെള്ളം സുരക്ഷിതമായി സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടാൻ സാധിക്കും. റോഡ് തകരുന്ന പ്രശ്നത്തിനും നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിനും ഇത് ശാശ്വത പരിഹാരമാകും. ഈ വിഷയം ഉന്നയിച്ച നാട്ടുകാർ അധികൃതരെ സമീപിച്ചിരുന്നു. ആ മണ്ണ് എടുത്തതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇവിടെ പുതുതായി ETC പൂമംഗലം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ റോഡിലേക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത വെള്ളം കംപ്ലീറ്റ് വന്നത് പുതിയ റോഡ് പൊട്ടാനും അതുപോലെ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത വെള്ളം ആ പ്രദേശത്തുള്ള സൈഡിലുള്ള മതിൽ പൊട്ടി കംപ്ലീറ്റ് താഴെയുള്ള വീടുകളൊക്കെ നാശനഷ്ടം സംഭവിക്കാനും ഇടയുണ്ട്. അടിയന്തരമായും ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ചാല് ഉണ്ടാക്കിക്കൊടുത്ത് ആ വെള്ളം അതിലൂടെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഡ്രെയിനേജിലേക്ക് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. കാലവർഷം കനക്കുന്നതിന് മുൻപ് വെള്ളം കെട്ടി നിൽക്കാതെ അടിയന്തരമായി ഒഴുക്കിവിടാനുള്ള ശാസ്ത്രീയ സംവിധാനം ഒരുക്കാൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.